നേർമൊഴി. സംശയരോഗിക്ക് ശിക്ഷ വേറെയാണ്. തുളസി, നീ ഒരു സാഡിസ്റ്റാണ്. നിന്റേത് മാത്രമാണ് ഞാനെന്ന് നിനക്ക് വ്യക്തമായി അറിയാം. അവർ പാവങ്ങൾ, സ്നേഹിക്കപ്പെടാത്തവർ, അതിന് അർഹതയില്ലാത്തവർ. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്നില്ലെന്ന് നീ നടിക്കുകയാണ്. ഞാൻ നിന്റേതാണ്, മാനസികമായും ശാരീരികമായും നിയമപരമായും. എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു. വെറുതെ സംശയിക്കാതെ. ശബ്ദ ഗാംഭീര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സിനിമ സീരിയൽ രംഗത്തും ഡബ്ബിംഗ് രംഗത്തും തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ആളാണ് ശോഭി തിലകൻ. ഇന്ന് നേർമൊഴിയിൽ ശോഭി തിലകനുമായുള്ള അഭിമുഖം കേൾക്കാം. ഒപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ ഇപ്പോൾ സാറിന്റെ ശബ്ദം പല തരത്തിൽ കേൾക്കുന്നുണ്ട്. സാറിനെ സ്ക്രീനിൽ ഒരുപാട് ഇടങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ചെറുപ്പത്തിലുള്ള ആ ഒരു ശോഭി തിലകന്റെ യൂണിവേഴ്സിറ്റി കാലം ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. യൂണിവേഴ്സിറ്റി എനിക്ക് മറ്റൊന്നുമല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, എനിക്ക് തോന്നുന്നു ഞാൻ അന്നത്തെ സമയം നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുമല്ലോ. ഞാൻ 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഈ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ നാടക നടനും സിനിമാ നടനും ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നാടകത്തിലേക്കൊക്കെ എത്തപ്പെട്ടു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എഴുതിയ ഒരു നാടകം, ആ നാടകത്തിൻ്റെ പേര് വൈദ്യശാല എന്നാണ് നാടകത്തിൻ്റെ പേര്. അപ്പോൾ അത് ചെയ്തിരുന്നു. അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു. ഷമ്മിച്ചേട്ടനും ഏറ്റവും മൂത്ത ഏട്ടൻ ഷാജി ചേട്ടനും ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഈ നാടകം കളിച്ച് അവർ സമ്മാനം വാങ്ങിച്ചവരാണ്. അതേ നാടകം ഞാനും 10ാം ക്ലാസ്സിൽ വെച്ച് കളിക്കുന്നു. അപ്പോൾ അതിൽ വൈദ്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഈ വൈദ്യനെ കാണാൻ വരുന്ന കുറേ രോഗികളും, ഇത്രയാണ് അതിൻ്റെ. പക്ഷെ അതൊക്കെ അന്നത്തെ ആ സമയത്തുള്ള ആനുകാലിക സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. അപ്പോൾ അതിൽ ശിഷ്യൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ശിഷ്യൻ അവസാനം ഈ വൈദ്യനെ തട്ടിക്കളഞ്ഞിട്ട് ഇയാൾ വൈദ്യനാവുന്ന ഒരു സംഭവമാണ് വരുന്നത്. എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് എന്നാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളത്തക്ക രീതിയിലാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് നമ്മൾ അറിവ് പല സ്ഥലത്തു നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി, ഇപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു നാടകം ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കണമെന്നൊക്കെ ഒരു പാഠം പഠിച്ചതാണ് അതിനകത്ത്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഈ പത്രം വായിക്കുന്നതാണ്. അപ്പോൾ അതും ഒരു കളിയാക്കലാണ്. ആ പത്രം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുക, അതായത് ശിഷ്യനും വൈദ്യനും കിടന്നുറങ്ങുവാണ്. അത് രണ്ടുപേരുടെയും കൂർക്കം വലിയിലാണ് ഈ പറയുന്ന നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം വൈദ്യൻ എഴുന്നേൽക്കുമ്പോൾ ശിഷ്യൻ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയും ശിഷ്യനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ശിഷ്യനെ എഴുന്നേറ്റിട്ട് പറയുന്നു, ഉറങ്ങാതിരിക്കാൻ നീ ഒരു പണി, ഒരു പത്രം എടുത്ത് വായിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പത്രം എടുത്ത് വായിക്കുന്നതാണ്. ഈ പത്രം ഈ ടേബിളിൻ്റെ മുകളിൽ ഇടാനായിട്ട് നമ്മൾ വിട്ടുപോയതാണോ അത് പത്രം അവിടെ വെച്ചിട്ട് കാറ്റത്ത് പറന്ന് വെളിയിൽ പോയതാണോ എന്നറിയില്ല. പക്ഷേ ഈ വൈദ്യനായിട്ട് അഭിനയിച്ചവൻ, ഞാൻ ഉറങ്ങിക്കിടക്കുമല്ലേ, ഇയാൾ ഈ പത്രം എടുത്തിട്ട് ഇതിന് പകരം ഇയാൾ പോയിട്ട്, പത്രമില്ലല്ലോ, പത്രത്തിന് പകരം അവിടെ മാർക്കിടാനിരിക്കുന്ന ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ച് ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് വായിക്കാൻ പറഞ്ഞു. നമ്മളത് വായിച്ച് നാടകമല്ലേ, വായിച്ചു പോയി. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് അന്നത്തെ ഈ നമ്മുടെ പുതിയ ലിപി പഴയ ലിപിയില്ലേ, അത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മാനേജ്മെൻറ്റുകാരെ പറതന മനതറി കഷണിച്ചടു പറഞ്ഞ എന്തോടാ, അല്ല മാനേജ്മെൻറ്റുകാരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. അത് പുതിയ ലിപിയും പഴയ ലിപിയും തമ്മിലുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവം. ഈ ഒറ്റ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആ നാടകം ഭയങ്കര ഹിറ്റായി. ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നാടകം തീരാതായപ്പോഴേക്കും ഞങ്ങളുടെ മലയാള സാറ് ധർമ്മരാജ സാറ് എന്നിട്ട് പറഞ്ഞ് കർട്ടൻ ഇടാൻ പറഞ്ഞു. കർട്ടൻ ഇട്ടില്ല. പുള്ളി പറഞ്ഞു വേണ്ട ഇടണ്ട, അത് കഴിഞ്ഞിട്ട് നാടകം നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നാടകം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ സാറ് വന്ന് ഞങ്ങളെ എല്ലാവരും ചെവിക്ക് പിടിച്ചു. കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് ഷീറ്റ് മേടിച്ചില്ലേ, മാർക്ക് ഷീറ്റ് മേടിച്ചു. അത് ഭയങ്കര കുറ്റമാണ്. എന്തായാലും നമുക്ക് നാടകത്തിന് പ്രൈസില്ല. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഒരു മാർക്കിട്ട ഒരു ടീച്ചർ, രാധാമണി ടീച്ചർ. അപ്പോൾ ഈ ടീച്ചർ പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ ഒരു ടീച്ചറെ, എടാ അത് ഏറ്റവും നല്ല നാടകം നിങ്ങളുടെ ആയിരുന്നു, ഏറ്റവും മികച്ച നടൻ നീയായിരുന്നു, പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് തരാൻ പറ്റിയില്ല,
അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങളുടെ മിസ്റ്റേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ കലാരംഗത്തേക്ക് വരുന്നതും. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഷമ്മിച്ചേട്ടൻ ഇങ്ങനെ നമ്മുടെ കടത്തനാടൻ അമ്പാടിയിൽ പ്രേം നസീറിനൊക്കെ ഡബ് ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 94 കായംകുളം MS കോളേജിൽ വെച്ച് നടന്ന യുവജനോത്സവത്തിൽ ഞാൻ മിമിക്രിക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെയ്തത് വേലുത്തമ്പി ദളവയുടെ അവസാന ഭാഗം, അതായത് അനുജൻ പത്മനാഭനും വേലുത്തമ്പിയും തമ്മിലുള്ള മണ്ണടി ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് ഇവരെ സായിപ്പന്മാർ മൊത്തം വളഞ്ഞിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ പല താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് രണ്ടുപേരും ഒരേ സമയം രണ്ടുപേരും എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളെ വെച്ചിട്ട് ഞാൻ ആ ഒരു രംഗം പലരും ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിനുശേഷം ഇതിനെ അനുമോദിക്കാൻ വരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനും EK നായനായിരുന്നു, അവരുടെ രണ്ടുപേരുടെ വോയിസ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തത്. ഭയങ്കര ജനമായിരുന്നു കാണാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു സംഭവമാണ്. അന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസായിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ലെജൻഡായിട്ടുള്ള ഓംപുരി സാറായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. അതിൽ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയിൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഡബ് ചെയ്യുന്നത് വിജി തമ്പി സാറ് സംവിധാനം ചെയ്ത നാറാണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മുടെ ദൂരദർശൻ സീരിയൽസൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അങ്ങനെ നാറാണത്ത് തമ്പുരാനിൽ ആദ്യമായിട്ട് ബാബുരാജിനെ ഡബ് ചെയ്യുന്നു. രണ്ടാമത്തെ സിനിമയോ IM വിജയന് ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ പറഞ്ഞു IM വിജയൻ സാറിന് ഡബ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു സംസാര രീതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് സാർ അത്? ഡബ്ബിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ഈ മൈക്കാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മൈക്കിൻ്റെ ഇതിൽ നിന്ന് മാറാൻ പാടില്ല. നമുക്ക് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുമ്പോൾ അഭിനയത്തിന് നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലും സംവിധായകൻ പറഞ്ഞു തരും. പക്ഷേ എങ്കിലും നമ്മൾ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുണ്ട്. കൂടെ അഭിനയിക്കുന്ന ആളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, നമ്മളുടെ മേക്കപ്പ്, ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളൊരു മേക്കപ്പ് ചെയ്തിട്ട് ആ മേക്കപ്പ് നമ്മളെ അഭിനയത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മളുടെ കോസ്റ്റ്യൂം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ അഭിനയിക്കുന്നത് ആ പ്ലാറ്റ്ഫോം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാനൊരു മീൻ പിടുത്തക്കാരനായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ ആ പങ്കായവും കാര്യങ്ങളും വള്ളവും കടലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആകെപ്പാടെ ഉള്ളൊരു മൈക്ക് മാത്രമാണ്. ആ മൈക്കിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം, അല്ലേ? ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട, അതായത് ഡബ് ചെയ്ത് ഒപ്പിക്കാൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ IM വിജയനെ പറയും. കാരണം അത് പുള്ളിയുടെ കുറ്റമല്ല, പുള്ളിയുടെ ശൈലി. അത് പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോറി വന്നേക്കുന്നു. അപ്പോൾ ആ പിള്ളേർ ഫുട്ബോൾ കളിച്ച് ആ ലോറിയിൽ ചെന്ന് ബോൾ തട്ടും. അവിടെ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുന്നു. എന്നിട്ട് ഈ ബോള് ബുള്ളറ്റ് കണക്ക് തിരിച്ച് അടിച്ചു വിടുന്നൊരു ഷോട്ടാണ്. ആ അടിച്ചതിന് ശേഷമാണ് ടിൽറ്റപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ IM വിജയനാണ് ക്യാരക്ടർ. അപ്പോൾ പുള്ളി ആ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പുള്ളി ആ ലോറിയുടെ അതിൻ്റെ ബോണ്ടിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പറയുകയാണ്, ഞാനിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികളെയും കണ്ടില്ലല്ലോ അങ്ങോട്ട്. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും പുള്ളിയെ സ്വീകരിക്കാൻ ആരും ചെന്നില്ല. പുള്ളി വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു കൊളോക്കിയൽ ടിപ്പിക്കൽ തൃശ്ശൂർ സ്ലാങ്ങിലാണ്. ഞാൻ ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികളെയും കണ്ടില്ല അങ്ങോട്ട്, ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പിടിക്കണം ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇത് തന്നെ പറഞ്ഞാൽ മതിയാ? തൃശ്ശൂർ സ്ലാങ് പറഞ്ഞാൽ മതിയാ? ചേട്ടാ തൃശ്ശൂർ സ്ലാങ് വേണ്ട, ചേട്ടൻ നോർമൽ സ്ലാങ് പറയണം. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സിങ്ക് ചെയ്യും, എങ്ങനെയെങ്കിലും സിങ്ക് ചെയ്ത് തരണം. അപ്പം ഞാൻ പിന്നെ അത് ഭയങ്കര സ്പീഡിൽ ഞാൻ ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികളെയും കണ്ടില്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പം അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് ബാലേട്ടനിൽ റിയാസ് ഖാൻ ഡബ് ചെയ്തപ്പോഴാണല്ലോ. ഇതിന് ആദ്യം എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വിളിക്കുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം ഞാനാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ ഈ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചെയ്ത് എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടച്ച് ആ രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുന്നത്. ഞാൻ ചെന്ന് ഇപ്പോൾ നമ്മുടെ ഷാജി മാധവൻ എന്ന് പറയുന്ന റെക്കോർഡിസ്റ്റാണ്. പുള്ളി പറഞ്ഞു, ഇതെങ്ങനെ ചെയ്യും ശോഭി?
ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് പോയതുകൊണ്ടാണ് ഇത്. എനിക്ക് 2 ദിവസം സമയം തരാമോ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഡബ് ചെയ്ത് തരാം. ഇല്ല, അത് സ്റ്റുഡിയോ ഇല്ല, അവർക്ക് പോവും വേണം, അവർക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റുഡിയോ നമ്മൾ വേറെ പടം കയറുവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോ ഇല്ല, എന്ത് ചെയ്യും? മറ്റൊരു സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്ര മണി തൊട്ടാന്ന് ചോദിച്ചു. അവർ 9 to, അതായത് രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ എങ്ങാണ്ടാണ് അവരുടെ ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ വരട്ടെ, നമുക്കൊരു 9 മണി വരെ ഡബ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് ശേഷം നമുക്കൊരു 12 മണി വരെ വേണേൽ പോകാം, അങ്ങനെ ചെയ്യാം. അല്ല ഞാൻ വരാം, അത് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വരാം, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പോയി ചെയ്യുന്നത്. അങ്ങനെ ആ പടം തീർത്ത്. അതുപോലെ തന്നെ അതിനകത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അതിലൊരു ഒറ്റ ഷോട്ടിലൊരു സീനുണ്ട്. ലാലേട്ടനും റിയാസ് ഖാനും കൂടി ഒരു റൗണ്ട് ട്രോളിയിൽ ഒറ്റ ഷോട്ട്, അതായത് എനിക്ക് പറഞ്ഞാൽ ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു ലെങ്തി ഡയലോഗാണ്. അപ്പോൾ ഇത് ചെയ്യാനൊരു എവിടേക്കും നമ്മുടെ ഷാജിയേട്ടൻ പറഞ്ഞു, ഇത് ശോഭി വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ഷോട്ടിൽ ഡയലോഗ് മൊത്തം കാണാൻ മേടിച്ചിട്ട് ഒറ്റ ടേക്ക്. അതിലാ ഡയലോഗ് സാർ എന്ന് പറയാമോ? ആ സീനിലെ ഡയലോഗ് അല്ല, വേറൊരു സീനിലെ ഡയലോഗുണ്ട്. കണ്ടില്ലേ അവൻ്റെ മുഖം, ഒരു പുലബന്ധവുമില്ലാത്ത ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ, ഒളിച്ചു വയ്ക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. ഒരു സ്ഥലത്ത് റിയാസ് ഖാൻ എവിടെയോ സ്ഥലത്ത് പോട്ടടാ ബാലേട്ട ഈ ഇട്ട ഇങ്ങനെ കയറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അതിനകത്ത് മൊത്തത്തിൽ എവിടെയൊക്കെ ബാലേട്ടൻ വരുന്നുണ്ടോ അവിടെയെല്ലാം ഈ പോട്ടെ പറയുന്നിടത്ത് എല്ലായിടത്തും ഈ ഇട്ട കയറ്റി പറഞ്ഞിട്ട് കുറച്ച് സ്റ്റൈലൈസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ബാലേട്ടൻ. ആ ഒരു സിനിമയിലൂടെയാണ് എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് എന്നൊരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളത്തിലെ 2 സിനിമകൾ, പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ, നയൻതാരയും മമ്മൂക്കയുള്ള സീൻ, അത് തമിഴിലേക്ക് ഡബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ. അതിനു മുമ്പ് നമ്മുടെ ഈ ഓംപുരി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ല അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആടുപുലിയാട്ടം എന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമയിൽ ഓംപുരി സാറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു നിയോഗം, ഞാൻ ചെയ്തു. അപ്പോൾ ആ സിനിമ തമിഴിലേക്ക് അത് മൊഴിമാറ്റം നടത്തിയപ്പോൾ അവർ മലയാളം കേട്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ വോയിസ് തന്നെ തമിഴിലും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, എൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് തമിഴ് പറയാമോ? ഞാൻ പറഞ്ഞു തമിഴ് കുറച്ചൊക്കെ അറിയാം, പിന്നെ ആരെങ്കിലും ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ട്രാക്ക് ഡബ് ചെയ്ത് വെച്ചു. ഞാൻ മദ്രാസിൽ പോയി പുള്ളിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അപ്പോൾ ഇവരിത് ഡബ് ചെയ്ത് കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാനോ? അതങ്ങനെ അല്ല തമിഴിലേക്ക് മലയാളം പടം മൊഴിമാറ്റം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഡബ് ചെയ്യുമല്ലോ. അല്ല അത് മമ്മൂക്ക ഡബ് ചെയ്യും ഇല്ലെന്നല്ല, പക്ഷേ പുള്ളിക്കാരനെ കിട്ടൂല, കാരണം ഞാൻ തന്നെ ആ സിനിമ ഡബ് ചെയ്ത് 6 ദിവസം കൊണ്ടാണ്. അങ്ങനെ ഞാൻ പോയി ഈ പറയുന്ന പുതിയ നിയമവും ചെയ്തു, ഗ്രേറ്റ് ഫാദറും ചെയ്തു, പിന്നെ യാത്ര എന്ന് പറയുന്ന തെലുങ്ക് സിനിമ. പിന്നെ സർ ഈ ശബ്ദത്തിന്റെ കാര്യം വരുമ്പോഴേ ഇപ്പോൾ റിയാസ് ഖാന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഈ വില്ലന്മാർ നമ്മൾ ആക്ച്വലി വിചാരിക്കും ഇവർ തന്നെ, മീൻസ് അത് വേറൊരാൾ പറയുന്നില്ല, അവരുടെ ഒരു ഭാവത്തിന് അത്രയും ചിലതൊക്കെ ഡബ് ചെയ്ത ഒരു ഔട്ട് ഓഫ് സിങ്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. സാറിനെ സംബന്ധിച്ച് ആ വില്ലന്റെ ആ ഫീൽ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഈ ശബ്ദം. സാർ ശബ്ദം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ പാട്ടുകാർ പറയില്ലേ തണുത്തത് കഴിക്കാറില്ല, തൈര് കുടിക്കാറില്ല, അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ഞാനും തണുത്ത ആഹാരങ്ങൾ കഴിക്കാറില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടിനുള്ള വോക്കൽ കോഡിൻ്റെ മസിൽസിന് ആ മസിൽ നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യും. പിന്നത്തെ കാര്യം നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ മെഴുകുതിരിയിൽ ഇങ്ങനെ ഊതണം. അത് അണയാനും പാടില്ല, നേരെ നിൽക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ ശബ്ദത്തിന് കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സാറ് ഒരുപാട് ഡബിങ് ചെയ്തിട്ടുണ്ട്, ഒപ്പം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിൽ ചോദിച്ചാൽ ഏതായിരിക്കും? അല്ല, എനിക്ക് ശരിക്കും എൻ്റെ അഭിനയിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, എൻ്റെ പാഷൻ അതാണ്. പക്ഷേ എൻ്റെ അന്നദാതാവ് എന്ന് പറയുന്നത് ഡബ്ബിങ്ങാണ്. അതുകൊണ്ട് ഞാൻ ഡബ്ബിങ് ഉപേക്ഷിക്കില്ല. പക്ഷേ ഞാൻ ഡബ്ബിങ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നല്ല കഥാപാത്രങ്ങളിപ്പോൾ കിട്ടി, അഭിനയത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമകളും അത്യാവശ്യം ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃഢം, ആശാൻ.
ഇനിയിപ്പോൾ വരാൻ പോകുന്ന പടങ്ങളും ഒക്കെ നല്ല പടങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വേറെ ആൾക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടും. ഇത് ഇയാൾക്ക് ഡബ് ചെയ്തേക്കുന്ന മറ്റേ ആളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും കുറച്ച് കുറയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. കാരണം അതാണ് നമ്മുടെ വരുമാനം. അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. പ്രയാസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡബ്ബിങ്ങേ പറയുള്ളൂ. അത് പറയുമ്പോൾ നമുക്കറിയാം മലയാളി പ്രേക്ഷകർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഡബ് ചെയ്ത് വരുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. KGF, ഈച്ച, കുറേ സിനിമകൾ ഡബ് ചെയ്ത് വരുന്നുണ്ട്. RRR, അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവർ. അതിൽ എനിക്ക് തോന്നുന്നു RRRൽ രാംചരൺ എനിക്ക് തോന്നുന്നു ഏജിൽ ക്യാരക്ടർ എന്നൊക്കെ ചെറുപ്പക്കാരനായ ഒരാളാണ്. അതിലേക്ക് എങ്ങനെയാണ് സാർ എത്തുന്നത്, ആ ഒരു ക്യാരക്ടറിലേക്ക്? അല്ല, രാംചരണിലേക്ക് എത്തിയെന്ന് വെച്ചാൽ രാംചരണിൻ്റെ ആ കഥാപാത്രം, RRRലെ കഥാപാത്രം ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈവൻ എൻ്റെ വോയിസ് കുറച്ചും കൂടി എന്താ പറയുക രാംചരണിന് യോജിക്കുന്നതായിരിക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ എന്നാൽ ശോഭയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് എന്നെ ഈ പറയുന്ന അന്യഭാഷാ സിനിമകളുടെ ഒരു ഇതായിട്ട് മാറ്റിയത്. എനിക്ക് ഈ പറഞ്ഞ പോലെ പഴശ്ശിരാജ എന്ന സിനിമയിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തതും ഹരിഹരൻ സാറിനെ റെക്കമെൻഡ് ചെയ്തതും മങ്കൊമ്പ് സാറാണ്. സാറിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈച്ച പുള്ളിയാണ് ചെയ്തത്, ബാഹുബലി പുള്ളിയാണ് ചെയ്തത്, അരുന്ധതി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അതും ചെയ്തത്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ പറയുന്ന സുദീപ് ഈച്ചല നായകന് പുള്ളിക്ക് ഒരുപാട് സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ സിനിമയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ അഭിനയവും എല്ലാം നമുക്ക് പഠിക്കാനും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ശബ്ദം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ശരത് കുമാറിന് ഞാൻ മലയാളത്തിൽ തന്നെ ഒരുപാട് പഠനം ചെയ്തിട്ടുണ്ട്. പൊന്നിയൻ സെൽവം പോലെയുള്ള തമിഴ് സിനിമയിലും ഡബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് രാജിന് ഒരുപാട് സിനിമ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലൊരു പടത്തിൽ ഡബ് ചെയ്തതിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്ര എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിൽ പ്രകാശ് രാജ് ഡബിൾ റോളിലാണ്. അതിൽ ഏജ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ഡബ് ചെയ്തത്. അതുപോലെ സാറിന് ഈ പഴശ്ശിരാജയിൽ ശരത് കുമാറിന് ഡബ് ചെയ്തതിനും അവാർഡ് കിട്ടിയിട്ടില്ലേ, സ്റ്റേറ്റ് അവാർഡ്? എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എടച്ചേന കുങ്കൻ ശരത് കുമാറിനെ ഡബ് ചെയ്താണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതായത് ഹരിഹരൻ സാർ ഈ പടം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ശരത് കുമാറിന് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കും എന്ന് ചോദിച്ചത് മങ്കൊമ്പ് സാറിനോടാണ്. അപ്പോൾ സാറ് പറഞ്ഞു ശോഭയെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ പടത്തിൽ ഡബ് ചെയ്യാനായിട്ട് മദ്രാസിൽ ചെന്നപ്പോഴേക്കും ഹരിഹരൻ സാറ് അച്ഛനോട് പറഞ്ഞു ശരത് കുമാറിനെ ഇങ്ങനെ ഡബ് ചെയ്യിക്കാൻ ശോഭയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അത് സപ്പോർട്ട് ചെയ്തു. കൊള്ളാം, അത് അവൻ ചെയ്യും, അവൻ്റെ വോയിസ് കറക്റ്റ് ആയിരിക്കും, അവൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനൊരു ഉറപ്പ് ഹരിഹരൻ സാറിന് കൊടുത്തത് അച്ഛനാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത്. എന്തായാലും ആ റെക്കമെൻഡേഷൻ തെറ്റിയില്ല, നമ്മളത് നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. അച്ഛന് വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലാണ്. അത് പുള്ളിക്ക് സുഖമില്ലായിരുന്ന സമയത്ത്, പുള്ളി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാനൊരു 10 എപ്പിസോഡ് ഡബ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ മരണശേഷം 3 സിനിമ ചെയ്തു. ഒന്ന് സീൻ 1 നമ്മുടെ വീട്, അച്ഛൻ്റെ അവസാനത്തെ സിനിമ, ലാസ്റ്റ് അഭിനയിച്ച പടം. അതിന് മുമ്പ് അഭിനയിച്ച ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ, ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു അച്ഛന്. സീൻ 1 നമ്മുടെ വീട്, ലാല് നായനായിട്ട് അഭിനയിച്ച പടം. പിന്നെ ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, പുഴുതി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂമറായിരുന്ന ഏഴിമലൈ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്, തമിഴ് സിനിമ. അത് ഒരു 6 സീനോ മറ്റോ ഉണ്ടായിരുന്നു. അത് തമിഴിൽ ഡബ് ചെയ്തു. ഇതിൽ നമുക്കറിയാം അച്ഛൻ്റെ സിനിമകളെല്ലാം എന്താ പറയുക, സിനിമയിലെ ക്യാരക്ടേഴ്സ്, തിലകൻ എന്ന് പറഞ്ഞല്ല ആ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ പലരും ജീവിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ സിനിമകളിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് ഏതെങ്കിലും ഉണ്ടോ? ഒരുപാട് ഡയലോഗുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി കിരീടം റിലീസ് ചെയ്തു. അപ്പോൾ കിരീടത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് കത്ത് താഴെയിട എന്ന് പറയുന്ന സീനാണ്. പക്ഷേ എനിക്കതിനകത്തൊരു വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യം അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഇയാളെ തലക്കടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറച്ച് ദിവസം ഒളിവിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പുള്ളി ഇതുണ്ടായ സാഹചര്യം അമ്മയോട് പറയുന്നുണ്ട്. അമ്മ, എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരാൾ വഴിയിലിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ഒരു മകനായി എനിക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? അമ്മ എന്നോട് ചോദിക്കില്ലേ, നീ എന്താടാ ഇടപെടാൻ ഞാൻ ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് എൻട്രി ആയിട്ട് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ ചെയ്തതിൻ്റെ ഡ്യൂട്ടിയാണ്, അതിനിടെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ലാലേട്ടൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ ചെയ്തൊരു മകൻ്റെ കടമയാണ്. അവിടെ എല്ലാം തീർന്നില്ലേ? അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ ആ സീന് എനിക്ക് തോന്നുന്നില്ല അച്ഛനല്ലാതെ വേറൊരാൾ ചെയ്താൽ ആ സീൻ നിൽക്കില്ല. അതായത്
വിശന്ന് വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ മനസ്സ് കാണിച്ച ഈ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ത്രീധനം എന്ന് പറയുന്നത്. അതൊക്കെ അങ്ങനത്തെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ് എൻ്റെ അച്ഛൻ എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. അതുപോലെ നമുക്കറിയാം ഇപ്പം സിനിമ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് വിട്ടിട്ട് നമ്മൾ പേഴ്സണലി വരുവാണെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മൾ പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ സാർ ഓർത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഏതെങ്കിലും? എൻ്റെ അഭിനയ ജീവിതം അല്ലെങ്കിൽ ഡബ്ബിംഗ് ജീവിതം എന്ന് പറയുന്നതിന് 2 കരിയറാണല്ലോ എനിക്കുള്ളത്. രണ്ടിലും ഞാൻ ഫോളോ ചെയ്യുന്നത് അച്ഛനെ തന്നെയാണ്. ഞാൻ വേറെ എന്താ പറയുക, ഏകലവ്യ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു അച്ഛനെ ഒബ്സർവ് ചെയ്താണ് നമ്മൾ ഇത്രയും കാലം. കാരണം അച്ഛൻ ഏകദേശം 35 കൊല്ലം നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസുമായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഈ നാടകത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നാടകം എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടുക. സിനിമ പോലെയല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ആകാശവാണിയുടെ നാടകം ചെയ്യാൻ എനിക്കിത്ര ഇൻട്രസ്റ്റ് എന്താ അറിയൂ? നാടകം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ആകാശവാണി നാടകം ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ അത് അല്ലേ. അപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രം എൻ്റെ കഥാപാത്രം. അപ്പോൾ അതിന് വേറെ ആർക്കും ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാലും നമ്മൾ ആകാശവാണിയിൽ നിന്ന് വിളിച്ചാൽ നമ്മൾ വരാതിരിക്കില്ല, എങ്ങനെയെങ്കിലും വന്ന് ചെയ്യും. ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസിൽ സിനിമയിലേക്ക് വന്ന ഒരാൾ, അതുപോലെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അച്ഛൻ. ഒരുപാട് പുസ്തകങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ട്. സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും പുള്ളിയോട് ചോദിച്ചാൽ നമുക്കൊരു മറുപടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് നമുക്കും കിട്ടുമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബൈ ബർത്ത് പുള്ളിയിൽ നിന്ന് കിട്ടിയതും പുള്ളിയെ ഒബ്സർവ് ചെയ്തും നേടിയെടുത്തത് മാത്രമാണ്, വേറൊന്നുമില്ല. സാർ ഒരു സിനിമയിൽ തന്നെ 2 പേർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലെ വോയിസ് മോഡുലേഷൻ വേണം, ആ 2 പേരും 2 രീതിയിലായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, അത് 2 പേർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ ഒന്ന് പൊതുവേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും എൻ്റെ ശൈലി അവരിലേക്ക് വെക്കാനല്ല നോക്കുന്നത്, അവരുടെ ശൈലിയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുക ചെയ്യുന്നത്. ഒരാളെ സംസാരിക്കുന്ന പോലെയല്ല വേറൊരാൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ശൈലിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ 2 പേർക്ക് ചെയ്യുമ്പോൾ 2ആയിട്ട് തോന്നും. ബേസിക് ആയിട്ടുള്ള ശബ്ദം ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ 2 പേർക്ക് ചെയ്യുമ്പോൾ പരമാവധി ശബ്ദം മാറ്റാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ 2 പേർക്ക് അത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഒന്ന് റഹ്മാനും ചെയ്തു, അതിലെ വില്ലനായിട്ടുള്ള ഹിന്ദി നടനും ചെയ്തു. ഞാൻ ആക്ച്വലി ആദ്യം ചെയ്തത് ഹിന്ദി നടനാണ് ഡബ് ചെയ്ത്. അത് ഡബ് ചെയ്തിട്ട് ഞാൻ പോകുന്നതിന് ശേഷം ആണ് എന്നെ അമൽ നീരദ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും കറക്ഷനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചെന്നതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ റഹ്മാൻ ഡബ് ചെയ്ത് ഞാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റഹ്മാൻ ഡബ് ചെയ്യാനായിട്ട് ബ്ലാക്കിൽ ഡബ് ചെയ്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ആരോ പുള്ളിയെടുത്ത് വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആശ്വാസമായി. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാനെ ഡബ് ചെയ്യിക്കാം, എന്നെ വിളിച്ച് വില്ലനെ ഡബ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ച് റഹ്മാനെ ഡബ് ചെയ്യിച്ചപ്പോൾ പുള്ളി ഡബ് ചെയ്തിട്ട് ഈ ബ്ലാക്കിലെ വോയിസ് വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ബ്ലാക്കിൽ ചെയ്തതുപോലെ വരട്ടെ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ബ്ലാക്കിൽ ഞാനല്ല ചെയ്തത്, ശോഭിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ശരിയെന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ച്, ചേട്ടാ അത് എനിക്ക് ബ്ലാക്കിലെ വോയിസ് വേണം, റഹ്മാൻ ചേട്ടൻ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ റഹ്മാൻ ഡബ് ചെയ്തു. റഹ്മാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് തീരാറായപ്പോഴേക്കും പറഞ്ഞു, അതേ ആ വില്ലന് ചേട്ടൻ്റെ വോയിസ് തന്നെയാണ്, എനിക്ക് ചേട്ടൻ്റെ മോഡുലേഷൻ വേണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് ഈ വില്ലൻ്റെ വോയിസ് ഈ റഹ്മാൻ ചെയ്തതെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേറൊരു ശൈലിയിൽ എനിക്കൊന്ന് ആ ആർട്ടിസ്റ്റില്ല അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ്, അയാൾ മലയാളം അറിഞ്ഞുകൂടാത്ത ആളല്ലേ, ആ മലയാളം അറിഞ്ഞുകൂടാത്ത രീതിയിലാക്കി അതിനെ വേറൊരു മോഡുലേഷൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് മാറ്റി. അങ്ങനെ നമ്മൾ ചെറിയ ചേഞ്ച്, ഈ ബേസ് കൂട്ടിയും കുറച്ചും ഒക്കെ ഉള്ള ചെറിയ ചേഞ്ചസ് വരുത്തി അങ്ങ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഒരു സിനിമയിൽ 5 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. തമാശ ഇപ്പോൾ കൂടുതലും വില്ലൻ റോളിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തമാശ കുറേ സിനിമകളിൽ ഏതെങ്കിലും ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ വരുത്തൻ സിനിമ അഭിനയിച്ചപ്പോൾ വരുത്തൻ സിനിമയിൽ ഞാൻ പറയുന്ന ഡയലോഗിന് ആളുകൾ ചിരിക്കുന്നുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അതായത് അവിടെ വലിയ വെടിവെപ്പും ബഹളമൊക്കെ നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇവന് ദുബായിൽ എന്തായിരുന്നു പണിയെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സിറ്റുവേഷൻ്റെ അനുസരിച്ച് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ആശാൻ എന്ന് പറയുന്ന സിനിമയിൽ
അതിലും ഭയങ്കര ചിരി ഉണ്ടാക്കുന്നുണ്ട്. അത് സിറ്റുവേഷണൽ കോമഡിയാണ്. അത് പ്രത്യേകിച്ചും അതൊരു സിനിമയ്ക്കുള്ള സിനിമ ആയതുകൊണ്ട് സിനിമ ലൊക്കേഷനിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ സാറിൻ്റെ ഒരു ജീവിതം ഒരു സിനിമ പോലെ കണ്ട ഒരു ഫീല് ഇത് കേട്ട് പലർക്കും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. സാർ പറഞ്ഞ പോലെ തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പോഴും ആകാശവാണി മറക്കാതെ ഞങ്ങളുടെ നാടകങ്ങളിൽ തീർച്ചയായിട്ടും വരണം. ആകാശവാണി ഒരിക്കലും മറക്കില്ല. കാരണം ആകാശവാണി ഞാനെപ്പോഴും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരം സിറ്റിക്കകത്ത്. അപ്പോൾ ഞാൻ എവിടെ പോയാലും തിരുവനന്തപുരം അനന്തപുരി FM ആണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് നമുക്ക് സ്ഥിരം കേൾക്കാത്ത പഴയ പാട്ടുകളൊക്കെ കിട്ടും. അതുകൂടാതെ ഇതിനകത്തെ ചില പ്രോഗ്രാംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഞാനും ആകാശവാണിയായിട്ടുള്ള ബന്ധം യുവവാണി തൊട്ട് തുടങ്ങിയതാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു 91 മറ്റാന്ന് തോന്നുന്നു. ആ സമയത്ത് യുവവാണിയിൽ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയാണ്. അതുകൊണ്ട് ആകാശവാണി ഒരിക്കലും മറക്കില്ല. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ. നേർമൊഴി സമാപിക്കുന്നു.